സംഭവം നടക്കുമ്പോൾ നമുക്കറിയാം കണ്ണാർക്കാട് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ കണ്ണാർക്കാട് പ്രദേശത്തുണ്ടായിരുന്ന RSSന്റെ പ്രവർത്തകനായ ശ്രീ മോഹൻ, അദ്ദേഹം അവിടെ അപൂർവമായുള്ള RSS കാര്യം. കണ്ണാർക്കാട് എന്നുള്ളത് RSSനോ BJPക്കോ വലിയ ശക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമല്ല. അന്ന് ഈ മോഹനേട്ടന്റെ 2 ആൺമക്കളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. RSSകാരാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഈ കണ്ണാർക്കാട് ഉള്ള മോഹനൻ എന്ന ആളുടെ മക്കളെ, 2 ആൺമക്കളെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാനെന്ന വ്യാജനെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. അതിനുശേഷം ഈ പി കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ സ്ഥലം, ആ വീട് വിട്ടുകൊടുത്ത കണ്ണാർക്കാട് വീട്ടിലെ തന്നെ തിലകൻ ഉത്രപ്പൻ ജയൻ എന്നതിലെ തിലകനെയും ഉത്രപ്പനെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക? അപ്പോ ഇത്ര കാലവും ഈ CPIM-ൽ നടന്ന എല്ലാ കൊള്ളരുതാഴികൾക്കും എല്ലാ നെറികേടുകൾക്കും കൂട്ടുനിന്ന ആള് തന്നെയാണ് ശ്രീമാൻ G. സുധാകരൻ. അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് പാതി വഴിയിൽ നിർത്തുന്നത്? അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയാം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഡീലിന്റെ ആശാന്മാരാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ശ്രീമാൻ സജി ചെറിയാനും. കാരണം അന്ന് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അന്വേഷണ സംഘത്തെ തന്നെ അട്ടിമറിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള 2 നേതാക്കന്മാരാണ് ഇവര് 2 പേരും. അതേപറ്റി സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള CPIM-ന്റെ സഖാക്കന്മാര് പ്രതികരിക്കണം. ഇത് നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ ഏറ്റവും, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം കൊടുത്തിട്ടുള്ള ഏറ്റവും മഹാന്മാരായ നേതാക്കളിൽ ഒരാളാണ് ശ്രീമാൻ പി കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരകം തകർക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നവരെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ സംരക്ഷിച്ചു. അതിന് കൂട്ടുനിന്നയാളായിരുന്നു ശ്രീമാൻ രമേശ് ചെന്നിത്തല. ഈ ഡീലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും നാണം കെട്ട ഡീൽ. ഇതേപ്പറ്റിയാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്. ഇത് സംബന്ധിച്ച G. സുധാകരന്റെ വെളിപ്പെടുത്തലിനെ പറ്റി കൂടുതൽ അന്വേഷണം വേണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടുന്നത്.